ഈ ക്ഷേത്രം നിങ്ങൾക്ക് പരിചയം കാണും. ഞാൻ ഏകദേശം 1 മാസം മുൻപ് മിനി ശബരിമല കുന്നങ്കാട് പാലക്കാട് എന്ന തലക്കെട്ടോടുകൂടി ഞാൻ ഈ ക്ഷേത്രം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്തവർ ഒന്ന് പോയി കാണാം. ഇന്നെന്താ വീണ്ടും ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നായിരിക്കില്ലേ? മറ്റൊന്നുമല്ല, ഇവിടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന 11ാമത് പ്രതിഷ്ഠാ ദിനവും 38ാമത് അയ്യപ്പൻപാട്ട് മഹോത്സവവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്ന 2ാം ദിനമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ 3 ദിവസത്തെ ചടങ്ങുകൾ ബ്രഹ്മശ്രീ സ്വാമി ശങ്കര വിശ്വനാഥാനന്ദ സരസ്വതി അവറുകളുടെ കാർമ്മികത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 2ാം ദിനമായ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഗായത്രി ഹോമം, നാരായണ ഹോമം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് 5 തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള പുറപ്പാടിലായി. തിരുവാഭരണം എടുക്കുവാനായി കുന്നങ്കാടിൽ നിന്നും ചീരക്കുഴിയിലേക്കാണ് പോകുന്നത്. ചീരക്കുഴിയിലെ ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ് തിരുവാഭരണങ്ങളെല്ലാം തന്നെ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒട്ടനവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. കുറേ നേരം നീണ്ടുനിന്ന പൂജയ്ക്ക് ശേഷമാണ് തിരുവാഭരണ പെട്ടി അലങ്കരിച്ച് അതും അവിടെ നിന്ന് പൂജിച്ച ശേഷമാണ് നമ്മൾ തിരുവാഭരണ പെട്ടി എടുത്തു കൊണ്ടുവരുന്നത്. അങ്ങനെ ആ തിരുവാഭരണ പെട്ടിയെടുത്ത് ഗുരുസ്വാമിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ചടങ്ങിലേക്ക് പോകും. അങ്ങനെ തിരുവാഭരണ പെട്ടി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ
ആ ധന്യമുഹൂർത്തം വരികയായി. ഇതാ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ മുഹൂർത്തം വരികയായി. ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഭഗവാന്റെ 18 പടികൾ താണ്ടി ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്ര നടയടച്ചു. തിരുമേനിമാർ ഭഗവാന്റെ തിരുവാഭരണം അയ്യപ്പസ്വാമിക്ക് വളരെ ഭംഗിയായി ചാർത്തുന്ന ചടങ്ങാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന് വർഷത്തൊരിക്കൽ ആഭരണങ്ങളെല്ലാം ചാർത്തി ആ തിരുനട തുറക്കുന്ന ഈ മുഹൂർത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ താഴെ കാത്തിരിക്കുന്നു. വളരെ കുറച്ചു പേരെ മാത്രം മേലേക്ക് കുറച്ചു പേരെയായി കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ സൗകര്യക്കുറവിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ധന്യമുഹൂർത്തത്തിനാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ കാത്തിരുന്നത്. ഒരു വർഷം കാത്തിരുന്നത് ഈ ഒരു കാഴ്ച കാണുവാനായിട്ടാണ്. കൂടുതൽ തിക്കിത്തിരക്കി ദർശനം നേരെ കിട്ടാതെ വരുമോ എന്ന് ഭയന്ന് കുറച്ചു പേരെയായിട്ട് കടത്തി വിടുകയാണ്. നീണ്ട ക്യൂ താഴെ കാണാൻ കഴിയും. ഞാൻ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം അടുത്ത ദിവസം ആറാട്ട് കുളിപ്പിക്കലൊക്കെ എടുക്കുവാൻ വരാനുള്ളതാണ്. ഈ 3 ദിവസങ്ങളിലും 2 നേരവും ഉച്ചയ്ക്കലും രാത്രിയും ഇവിടെ അന്നദാനമുണ്ട്. അതും നല്ല സദ്യ തന്നെ. അപ്പോഴേക്കും കുറച്ച് സുന്ദരി കുട്ടികൾക്ക് വീഡിയോയ്ക്ക് ഫേസ് ചെയ്യണത്രേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടെ. അത് പ്രത്യക്ഷത്തിൽ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. വളരെ ആക്റ്റീവായി മുന്നിൽ നിൽക്കാൻ ഒത്തിരി പേർ ഇവിടെയുണ്ട്. അങ്ങനെ
പിറ്റേ ദിവസം ഷൂട്ടിന് വരാം എന്ന് വാക്കുകൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സമയം 7:30. നേരെ പാലക്കാട്ടേക്ക് വന്നു.